2010 അത്തോളിയിൽ 13-ാം വാർഡിൽ നിന്നാണ് സന്ദീപ് കുമാർ ആദ്യമായി മത്സരിച്ചു ജയിക്കുന്നത്. വാർഡ് മെമ്പർ എന്ന നിലയിൽ പ്രദേശത്ത് എന്തിനുമേതിനും ഓടിയെത്തുക പതിവായിരുന്നു. ഇതിനിടെ പ്രദേശത്തു നിന്നും നിരന്തരമായി പാമ്പുകൾ ശല്യക്കാരായി എത്തിത്തുടങ്ങിയതോടെ മെമ്പർ എന്ന നിലയിൽ സന്ദീപിനും പണി ഇരട്ടിയായി. പാമ്പിനെ കണ്ടാൽ ആളുകൾ ആദ്യം പഞ്ചായത്ത് മെമ്പറെയാണ് വിളിക്കുക. സ്ഥലത്ത് വനം വകുപ്പിനെ വിവരമറിയിച്ചാലും അവർ എത്തുന്നതുവരെ അവിടെ തന്നെ തുടരണം. പലപ്പോഴും വനം വകുപ്പിൽ നിന്നും ജീവനക്കാർ മണിക്കൂറുകളോളം വൈകിയാണ് എത്താറുള്ളത്. അതിനുള്ളിൽ പാമ്പ് സ്ഥലം വിടുന്ന അവസ്ഥയുണ്ട്. ഈ സാഹചര്യത്തിലാണ് പാമ്പുപിടുത്തത്തിൽ പരിശീലനം നേടാൻ സന്ദീപ് തയ്യാറായത്. തുടർന്ന് ഓൺലൈനായി അപേക്ഷ നൽകി താമരശ്ശേരി വനം വകുപ്പ് ഓഫീസിൽ നിന്നും പാമ്പുപിടുത്തത്തിൽ പരിശീലനവും നേടി ലൈസൻസും സ്വന്തമാക്കി. ഇതിൻ്റെ വിഷമം ആളുകൾ അനുഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ഒരു ഗുണം ലഭിച്ചിട്ടുണ്ട്. ഇപ്പം ഈ മാസം തന്നെ ഒരുപാട് പാമ്പുകളെ പല ഭാഗത്തു നിന്നായി നമുക്ക് കക്കയത്ത് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മൂർഖനാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ചൂടിൻ്റെ അടിസ്ഥാനത്തിൽ പുറമേക്ക് വരുന്നത്. അതിനെ പുറമെ വരുന്ന പാമ്പുകൾ വളരെ വലിയ പാമ്പുകൾ തന്നെയാണ് പുറമേക്ക് ഇറങ്ങുന്നത്. മൂർഖനും പെരുമ്പാമ്പുമായി 500-ലേറെ പാമ്പുകളെ ഇതിനകം പിടികൂടിയിട്ടുണ്ട്. എല്ലാത്തിനെയും ഭദ്രമായി വനം വകുപ്പ് ഓഫീസിൽ എത്തിക്കും. 2020-ൽ വീണ്ടും മത്സരിച്ച് ജയിച്ച സന്ദീപ് അത്തോളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനിടെയും പാമ്പുപിടുത്തം തുടർന്നു. കനത്ത ചൂടുകാലം സന്ദീപിന് ഇരട്ടിപ്പണിയാണ്. മൂർഖനും അണലിയും ഉൾപ്പെടെ 30-ലേറെ പാമ്പുകളാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ അത്തോളി പ്രദേശത്തു നിന്നും പിടികൂടിയത്. ഒരു ദിവസം 4 പാമ്പിനെ വരെ പിടികൂടുന്നുണ്ട്. ഈ ചൂടുകാലം അവസാനിക്കും വരെ വിശ്രമമില്ലാതെ പാമ്പുകൾക്ക് പിന്നാലെ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണ് ഇദ്ദേഹം. അമൃത ന്യൂസ്, കോഴിക്കോട്.